നമസ്കാരം. ബ്രിട്ടീഷ് ഭരണകാലം നമ്മുടെ നാട് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്ന സമയം 4 തരത്തിലുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഇന്ത്യയിലെ മൊത്തം ആൾക്കാരെ അല്ല പറയുന്നത്, നമ്മുടെ കേരളത്തിലെ മലയാളികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിഷയം കൂടുതൽ നമുക്ക് കാര്യമായി മനസ്സിലാക്കാൻ പറ്റും. 4 തരത്തിലുള്ളവരാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിൽ അവിടുത്തെ സായിപ്പന്മാരുടെ കാലൊക്കെ നക്കി നല്ല സുഭിക്ഷമായിട്ട് കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് കൂട്ടിക്കൊടുത്തും അങ്ങനെ ഏത് രീതിയിലായാലും സ്വന്തം കാര്യങ്ങൾ നോക്കി മാത്രം ജീവിച്ചിരുന്ന ഒരു കൂട്ടർ. 2, അവരുടെ ഉദ്യോഗത്തിനുമൊക്കെ പോയി, എന്നാൽ അവർ കാണിക്കുന്ന പോക്രിത്തരങ്ങളും പോരായ്മകളെയും ഒന്നും ചൂണ്ടിക്കാണിക്കാതെ മര്യാദയ്ക്ക് ശമ്പളവും മേടിച്ച് വീട്ടിൽ വന്ന് അവനവൻ്റെ വീട്ടിലെയും അവനവൻ്റെ കുടുംബത്തിൻ്റെയും അവനവൻ്റെ കുഞ്ഞുങ്ങളുടെയും മാത്രം കാര്യം നോക്കി നടന്നിരുന്ന ഒരു കൂട്ടർ. തെറ്റ് പറയാൻ പറ്റില്ല, ജീവിക്കണ്ടേ. 3, ഇവരുടെ ശമ്പളമോ അല്ലെങ്കിൽ ഇവരുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുകയും പക്ഷെ തെറ്റ് കണ്ടാൽ, മോശമായ പ്രക്രിയ കണ്ടാൽ ഇത് മോശമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. 4, എന്ത് കണ്ടാലും ഇവരെ നിശിതമായി വിമർശിച്ച് നോ യു മസ്റ്റ് ഗോ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് മാറി നിന്ന് അവർക്കെതിരെ പടവെട്ടുകയും ചെയ്ത് മാത്രമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഇങ്ങനെ 4 കൂട്ടരാണുള്ളത്. നമുക്കത് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിൽ ആദ്യത്തെ ആൾക്കാർ അന്നും ഇന്നും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. അവിടുന്നും കിട്ടാനുള്ളത് കിട്ടുന്നുണ്ട്, ഇവിടുന്നും കിട്ടാനുള്ളത് കിട്ടുന്നു, പോകുന്നു. രണ്ടാമത്തെ ആൾക്കാരും ഒരു പരിധിവരെ അന്നും കുടുംബകാര്യങ്ങൾ നോക്കിയും ഇന്നും കുടുംബകാര്യങ്ങൾ നോക്കിയും ഈ മാറി വരുന്ന മോശമായ കാര്യങ്ങൾക്കൊക്കെ അന്നും ഇന്നുമൊക്കെ ഈ കുത്തൊഴുക്കിൽ അങ്ങ് പോകുന്നു. മൂന്നാമത്തെ ആൾക്കാർ അന്നും ഇന്നും സ്വല്പം പ്രശ്നങ്ങളിലൊക്കെയായി അങ്ങ് പോകുന്നു. അവിടുത്തെ മോശം പിന്നീട് മാറി വന്നപ്പോഴും മോശങ്ങൾ ഉണ്ടാകുന്നില്ല എന്നല്ല, വ്യക്തിപരമായ മോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ അവർ വിളിച്ച് പറയുക തന്നെ ചെയ്യും. നാലാമത്തെ ആൾക്കാർ അന്നും ഇന്നും ധീരസേനാനികളെ പടവെട്ടി മുന്നോട്ട് പോകുന്നു. അവർക്ക് ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും പറയുകയൊക്കെ ചെയ്യുന്നു. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ പിതൃത്വം എവിടെയാണ്? ഇതൊരു മാറി വരുന്ന സൈക്കിളല്ല. കാരണം ചിലർ പറയുന്നത് കേട്ടു, മാറി വരുന്ന സൈക്കിളാണ്, കോപ്പാണെന്ന്. വ്യക്തികളുടെ മുകളിലാണ് പ്രസ്ഥാനങ്ങളുടെ മുകളിലാണ് രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ. അത് മതമായാലും പാർട്ടി ആയാലും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്തു. കോൺഗ്രസ് പാർട്ടി അല്ല ഇന്ത്യ. അങ്ങനെ ആക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യയാണ് വലുത്, കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അടിയിലാണ്. അതുപോലെ തന്നെ മതമാണെങ്കിൽ, ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു മതമോ ക്രിസ്ത്യൻ മതമോ മുസ്ലിം ഇസ്ലാമിസമോ എന്തായാലും ദാറ്റ് ഓൾ കംസ് അണ്ടർ അവർ നേഷൻ, അല്ലേ? നമ്മളുടെ നെറിവിനും നെറിവുകേടുകൾക്കും നമ്മൾ കൂടെ നിന്ന് കൊടുക്കുക. കാരണം എനിക്ക് തോന്നുന്നത് 500 കാലഘട്ടങ്ങളിൽ, 500 കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഹിന്ദുത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹിന്ദുത്വ സംസ്കാരം, മതമല്ല, ഹിന്ദുത്വ സംസ്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെയും നിൻ്റെയും അവൻ്റെയും എല്ലാവരുടെയും പൂർവ്വപിതാക്കന്മാർ മാറി ചിന്തിച്ചതുകൊണ്ട്, പല കാര്യങ്ങൾ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ 4 പരിധിയിൽപ്പെടുന്ന ആൾക്കാർ പല കാര്യം കൊണ്ട്, അവരുടെ പിതൃത്വത്തിൻ്റെ നിറവ് കൊണ്ടോ പിതൃത്വത്തിൻ്റെ ശൂന്യത കൊണ്ടോ മാറി ചിന്തിച്ചത് കൊണ്ടാവാം. ഞാൻ അടക്കമുള്ള ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പല മതത്തിലേക്കായി പോയതും പിന്നീട് ഹിന്ദുത്വ മതം പോലും ഉണ്ടായതും. അപ്പം ചിന്തിക്കുക, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളാകാം, അനുഷ്ഠാനങ്ങൾ നിയമങ്ങളാവാം. പക്ഷേ സത്യമേത് നല്ലതേത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കൾക്കെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ നമ്മളാവൂ. അല്ലെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് പണിക്കർ സാറ് പറഞ്ഞിട്ടുണ്ട്, മലയാളിക്ക് തന്തയുണ്ടായിട്ട് 150 വർഷത്തിലപ്പുറമായിട്ടുള്ള, അതിനു മുമ്പ് മാറി മാറി വരുന്ന നായന്മാരായിരുന്നു, അമ്മയുടെ നായന്മാരെന്നൊക്കെ അന്ന് പറയുകയല്ലേ. അതൊരു തെറിയായ വേടല്ല, അല്ലെങ്കിൽ മോശമായൊരു വേടല്ല, അത് കറക്റ്റായിരുന്നു. കാരണം മലയാളിയുടെ ചരിത്രം അന്വേഷിച്ച് അറിഞ്ഞിട്ടുള്ള ഒരാളും ഇതൊരു സൈക്കിളാണ്, ഒരു കടന്നു പോരുന്നത്. എൻ്റെ പിതാക്കന്മാർ പള്ളിക്ക് വേണ്ടി, പട്ടക്കാരന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ കടന്ന് ഒരുപാട് അധ്വാനിച്ചു, ഇനി ഞാനും ഇങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല. ചിന്തിക്കാനുള്ളത്, നിങ്ങൾക്ക് ബുദ്ധിയില്ല, പോട്ടെ, നിങ്ങളുടെ മക്കൾക്കെങ്കിലും ആ ബുദ്ധി കൊടുക്കൂ. ദൈവം വേണ്ട അല്ലെങ്കിൽ പാർട്ടി വേണ്ട, ഇതല്ല ഞാൻ പറയുന്നത്. മതത്തിൻ്റെ മോശമായ, പാർട്ടികളുടെ മോശമായ പ്രക്രിയകൾ, അതിനെപ്പറ്റി ചിന്തിക്കുക. ആ മോശം സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കുക. ബാക്കി ഒന്നും ചള്ളല്ല. സമൂഹത്തിൽ ജീവിക്കാൻ ഇതെല്ലാം ആവശ്യമാണ്. സമൂഹത്തിൻ്റെ ഒഴുക്കിനോടൊപ്പം പോകാൻ ഇതെല്ലാം ആവശ്യമാണ്. അതോടൊപ്പം മോശമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ പറ്റിയില്ലേ, പ്രതികരിക്കുന്നതിനെ വിളിച്ച് തന്തയ്ക്ക് പറയാണ്ടിരിക്കുക. സ്നേഹമുള്ള ഒരു അഭ്യർത്ഥനയാണ്. കാരണം
നിൻ്റെ ഒന്നും അടിമത്തത്തിൽ നിന്ന് അന്തം കമ്മികളോ അന്ത അടിമകളോ അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരാളെ ഉദ്ദേശിച്ച് പറയുന്നല്ലോ കേട്ടോ. അവരുടെയൊക്കെ തലച്ചോറിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ വോണ്ട് ചേഞ്ച്, ദേ വോണ്ട് ഇവോൾവ്. പക്ഷേ നിങ്ങളുടെ മക്കൾ ചിന്തിക്കുക. അപ്പം നല്ല നമസ്കാരം.